പശ്ചിമേഷ്യയിൽ ആകാശയുദ്ധം രൂക്ഷം. ഖമേനിയുടെ വധത്തിനു പിന്നാലെ തിരിച്ചടി ശക്തമാക്കി ഇറാൻ. ബഹ്റിനിലെ സൽമാൻ തുറമുഖം ആക്രമിച്ചു. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിൽ 9 മരണം. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ നീട്ടി നെതന്യാഹു സർക്കാർ. ഇറാനെതിരെയുള്ള സൈനിക നടപടി നീളുമെന്ന് അമേരിക്ക. നടപടി 4 ആഴ്ച വരെ നീളുമെന്ന് ട്രംപ്. ഇറാനെതിരെ GCC കൗൺസിൽ. ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകും. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് UAE-യും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചു. കേരളത്തിൽ നിന്നുള്ള ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. യുദ്ധത്തിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും UAE പ്രസിഡന്റിനെയും ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് നെതന്യാഹുവിനോട് മോദി. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAE-യുടെ നീക്കങ്ങൾക്ക് പിന്തുണ. മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തി കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. DME സമരം അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുന്നതായി KGM-CTA. DME ഓഫീസിലേക്ക് ഇന്ന് മാർച്ച്. OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ സാധാരണക്കാർ. ആറ്റുകാൽ പൊങ്കാല നാളെ. തിരുവനന്തപുരത്തേക്ക് ഭക്തജന പ്രവാഹം. തിരുവനന്തപുരം നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് ഇന്ന് അവധി. സുരക്ഷയ്ക്ക് 5000-ഓളം പോലീസുകാർ. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധി. ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. പൊങ്കാലയ്ക്ക് മുൻപേ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം. ജലവിഭവ വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി BJP. കുടിവെള്ള പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപണം.